കേരള പാണ്ഡ്യത്തിലെ 55-ാമത്തെ കാരികയിലാണ് വിഭക്തി കാര്യങ്ങൾ AR ചർച്ച ചെയ്യുന്നത്. തന്മ നിർദ്ദേശിക കർത്ത പ്രതിഗ്രാഹിക കർമ്മമേ ഓട് സംയോജിക സാക്ഷി സ്വാമി ഉദ്ദേശിക കേവ് ആൽ പ്രയോജികയാം ഹേതു ഉടേ സംബന്ധിക സ്വാത ആധാരികാധികരണം ഇൽക്കൽ പ്രത്യയമായവ. അപ്പം നിർദ്ദേശികക്ക് പ്രത്യയം ഒന്നുമില്ല, നാമത്തെ നിർദ്ദേശിക്കുന്നു. ഉദാഹരണം രാമൻ കാട്ടിൽ വസിച്ചു. ഇനി പ്രതിഗ്രാഹിക കർമ്മകാരകത്തെ കുറിക്കുന്നു. പ്രത്യയം എ. ഉദാഹരണം രാമനെ കണ്ടു. മൂന്നാമത്തേത് സംയോജിക ഓട് എന്ന പ്രത്യയം സാക്ഷിയാണ് കാരകം. ശിവൻ ശക്തിയോട് ചേരുന്നു. 4 ഉദ്ദേശിക ക് ആണ് പ്രത്യയം, സ്വാമി ആണ് കാരകം. രാമന് രാജ്യം കിട്ടി. സീതക്ക് പേന ഉണ്ട്. പ്രയോജിക പ്രത്യയം ആൽ, രാമനാൽ രാവണൻ കൊല്ലപ്പെട്ടു. ഇവിടെ കാരകം ഹേതുവാണ്. 6ാമത്തേത് സംബന്ധിക ഉടമ എന്നാണ് ഇതിൻ്റെ അർത്ഥം. പ്രത്യയം ഉടേ ഇൻ്റെ, കാരകം ഇല്ല. രാമൻ്റെ കൊട്ടാരം, സീതയുടെ വീട്. 7ാമത്തേത് ആധാരിക ഇൽ കൽ എന്നിവയാണ് പ്രത്യയം. അധികരണമാണ് കാരകം. മെത്തയിൽ കിടന്നു. ലീലാതിലകത്തിൽ 8 വിഭക്തികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. 1-ാം വിഭക്തി പേർ, പ്രയോഗം ആന മരം. 2-ാം വിഭക്തി എ, അവനെ അവളെ. 3-ാം വിഭക്തി ഒടു, അവരൊടു മരത്തൊടു. 4-ാം വിഭക്തി കു, അവൾക്കു അതിനു. 5-ാം വിഭക്തി നിൻറ്റു, മരത്തിൽ നിൻറ്റു. 6-ാം വിഭക്തി നു, അവനു രാമനു. 7-ാം വിഭക്തി ഇൽ, അവനിൽ അതിൽ. 8-ാം വിഭക്തി വിളിയാണ്, കേശവ ചിത്രഭാനു.